നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളൊരു മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരാണ് അധികം ആളുകളും. വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റ് തീരുന്നൊരു പ്രശ്നമില്ല, കാരണം അവർക്ക് അൺലിമിറ്റഡ് ആയിരിക്കും വൈഫൈ കിട്ടുക. എന്നാൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മൊബൈൽ ഡാറ്റയ്ക്ക് ഒരു നിശ്ചിത സമയം ഉണ്ടാകും, അല്ലെങ്കിൽ 1.5 GB അല്ലെങ്കിൽ 1 GB 2 GB ഒക്കെ ആയിരിക്കും ഒരു ദിവസം കിട്ടുക. അതിനപ്പുറത്തേക്ക് അവർക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും ഹോട്ട്സ്പോട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ റീചാർജ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് തന്നെ ചില സെറ്റിങ്സുകളൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു ദിവസം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് സേവ് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഇൻ്റർനെറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫീച്ചറുകൾ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന യൂട്യൂബാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഏറ്റവും താഴെ ഭാഗത്ത് വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ കുറച്ച് താഴോട്ട് വരാം. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഡാറ്റ സേവിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഡാറ്റ സേവ് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്രയും സെറ്റിങ്സുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആകുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ മുകൾ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണാം വീഡിയോ ക്വാളിറ്റി ഓർ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാൻ സാധിക്കും. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഡാറ്റയിലൂടെ യൂട്യൂബിൻ്റെ വീഡിയോ ക്വാളിറ്റി എത്ര വേണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് കുറച്ച് വെക്കുന്നതാണ് ഏറ്റവും ഉപയോഗം. കാരണം നമ്മുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് യൂട്യൂബിൻ്റെ വീഡിയോകൾക്ക് ക്വാളിറ്റി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇൻ്റർനെറ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, എന്നാൽ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ഏറ്റവും മികച്ചത് ഇവിടെ ഡാറ്റ സേവർ എന്നുള്ള ഈ ലോവർ പിക്ചർ ക്വാളിറ്റി എന്നുള്ള ഈ ഡാറ്റ സേവറിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ വൈഫൈ ക്വാളിറ്റിയാണ്. വൈഫൈ ക്വാളിറ്റി ഏറ്റവും നല്ലത് ഓട്ടോയിലിട്ട് വെക്കുകയോ അല്ലെങ്കിൽ ഹയർ പിക്ചർ ക്വാളിറ്റി വെക്കുകയോ ചെയ്യാം. കാരണം വൈഫൈ നമുക്ക് അധികവും ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻ്റർനെറ്റ് ആയിരിക്കും. മൊബൈൽ ഡാറ്റയ്ക്കാണ് സാധാരണ ലിമിറ്റ് ഉണ്ടായിരിക്കുക. ഇതാണ് യൂട്യൂബിനകത്ത് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട സെറ്റിങ്സ്. രണ്ടാമത്തെ സെറ്റിങ്സ് ഫേസ്ബുക്കിനകത്താണ്. ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ഫേസ്ബുക്കിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഐക്കൺ പോലെ ഒരു ചിഹ്നം കാണും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഇടതു ഭാഗത്ത് ഇവിടെ 3 ലൈന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിൽ തന്നെ. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് മീഡിയ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിനകത്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഡാറ്റ സേവർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യും. ഈ ഭാഗം നമ്മൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റ് കൂടുതൽ ഉപയോഗിക്കാതെ നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന റീൽസുകളോ വീഡിയോസുകളൊക്കെ ക്വാളിറ്റി കുറഞ്ഞാലും ഇൻ്റർനെറ്റ് കുറച്ച് ഉപയോഗിച്ച് നമുക്ക് വീഡിയോസുകളൊക്കെ കാണാൻ സാധിക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓട്ടോ പ്ലേ ഇൻ ഫീഡ് ആൻഡ് സ്റ്റോറീസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫേസ്ബുക്കിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് വീഡിയോകൾ പ്ലേ ആകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോറീസുകളൊക്കെ പ്ലേ ആകുന്നത് കാണാൻ സാധിക്കും. ഇത് ഓൺ മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ എന്നുള്ള ഏറ്റവും മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഏറ്റവും താഴെ കാണുന്ന ഏറ്റവും അവസാനം കാണുന്ന നെവർ എന്ന് കാണുന്ന ഭാഗത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് വരുന്ന വീഡിയോസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്യാൻ സാധിക്കും. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള വീഡിയോകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഇനി വേണമെങ്കിൽ ഇത് വൈഫൈയിലേക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. വൈഫൈ കിട്ടുന്ന സമയത്ത് മാത്രം ഓട്ടോമാറ്റിക്കലി പ്ലേ ആകുന്നത് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ നെവർ എന്നുള്ളതാണ് കൊടുക്കുന്നത്. വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾ രണ്ടാമത്തെ ഓപ്ഷൻ വൈഫൈ കൊടുത്താൽ മതി, അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ വാട്സപ്പാണ്. വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് 3 ഡോട്ട് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ സെറ്റിങ്സ് എൻ്റെ ഐക്കൺ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ തന്നെ യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കോളുകൾ വാട്സപ്പ് കോളുകളൊക്കെ ഇൻ്റർനെറ്റ് കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണാം നിങ്ങൾക്ക് യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾസ്. കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ കുറച്ച് വെച്ചുകൊണ്ട് കോൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ കോളിംഗ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. അധികമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ളത്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലേക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ HD ക്വാളിറ്റിയിലാക്കി കഴിഞ്ഞാൽ നല്ല ഇൻ്റർനെറ്റ് ഉപയോഗിക്കും. കാരണം വലിയ MB ഉള്ള ഫോട്ടോ ആയിട്ട് മാറും അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ. ഇവിടെ മുകളിൽ കാണുന്ന സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മികച്ച ക്വാളിറ്റിയിൽ തന്നെ ഇൻ്റർനെറ്റ് കൂടുതൽ ഉപയോഗിക്കാതെ അയച്ചു കൊടുക്കാൻ സാധിക്കും. താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വരും. ഇവിടെ കാണാം വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിനകത്ത് ഇതൊക്കെ ടിക്ക് മാർക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം അൺടിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ അൺടിക്ക് ചെയ്ത് താഴെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന
നിങ്ങളുടെ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും ഓഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോയും വീഡിയോ ഒക്കെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആയാൽ നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോവുകയും മാത്രമല്ല നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോവുകയും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകളോ വ്യക്തികളോ തുറന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഇവിടെ ഓഫ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ വൺ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നാണ്. വൈഫൈയിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കാരണം വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് അൺലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വാട്സപ്പിനകത്തും ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും നമ്മൾ പരിശോധിച്ചു. ഇത് മൂന്നും നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ആപ്പുകളാണ്.